പറയാണ് മടവൂരികൾ പല ഗ്രൂപ്പുകാരുണ്ട്. ഒന്ന് ഖത്തർ ഗ്രൂപ്പ് എന്ന് പറയും. ഇന്നലെ ഞാൻ കുഴിപ്പുറത്തുനിന്ന് അതിൻ്റെ തെളിവുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഖത്തർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഖത്തർ ഗ്രൂപ്പുകാർക്ക് പറ്റുന്ന കുത്ത് പറ്റുന്ന ഗ്രൂപ്പാണ് ഖത്തർ ഗ്രൂപ്പ്. കുത്ത് എന്താണെന്നൊക്കെ വേറെയാണ്. അപ്പൊ ഖത്തർ ഗ്രൂപ്പുകാർ അവിടെ ഉണ്ട്, അതൊരു ഗ്രൂപ്പാണ്. പിന്നെ ഈ ചെറിയമുണ്ടം ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. പിന്നെ വേറൊരു ഗ്രൂപ്പുണ്ട്, SSF എന്നാണ് അതിന്റെ പേര്, ആ ഗ്രൂപ്പിന്റെ പേര്. നമ്മുടെ നാട്ടിൽ വേറൊരു SSF ഉണ്ട്, ഒരു തെറ്റിദ്ധരിക്കട്ടെ. SSF എന്ന് വെച്ചാൽ സലാം സുല്ലമി ഫാൻസ് എന്നാണ് എന്റെ ഫുൾ ഫോം. അപ്പൊ ഈ സലാം സുല്ലമി ഫാൻസിന് ഇത് പറ്റൂല. അത് മടവൂരികൾക്കിടയിലുള്ള ഒരു ആഭ്യന്തര പ്രശ്നം, നമ്മൾ ഇടപെടേണ്ട കാര്യമൊന്നുമില്ല. ആരെന്ന് വെച്ചാൽ അവർക്കിടയിൽ ഒരു ആഭ്യന്തര പ്രശ്നമാണ്. SSF-കാർക്ക് ഇത് പറ്റൂല, ചെറിയ മുണ്ടൻ ഗ്രൂപ്പുകാർക്ക് പറ്റും, ഖത്തർ ഗ്രൂപ്പുകാർക്കും പ്രശ്നം വലിയ പ്രശ്നമൊന്നും പറഞ്ഞ് കേൾക്കണില്ല. ഇനി ഉണ്ടെങ്കിലും പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല. അപ്പൊ SSF-കാരാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നാണ്. ഇതിപ്പോ ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വെറുതെ പറയാണ് മൗലവി എന്നൊന്നും പറയണ്ട. അതുകൊണ്ട് അതിന്റെ തെളിവ് നിങ്ങളൊന്ന് കേട്ടോളൂ. അത് സലാം സുല്ലമി, അത് SSF ഗ്രൂപ്പിന്റെ തലവനായ സലാം സുല്ലമി, അത് സലാം സുല്ലമി ഫാൻസ് ആണല്ലോ, അതിന്റെ തലവൻ സലാം സുല്ലമി തന്നെ ഈ കാര്യം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ചെറിയ മുണ്ടം അയാളുടെ ഗ്രൂപ്പുകാരാണ് അവിടെ കയറിയിരിക്കുന്നത്, അവരെഴുതി വിട്ടാണ്, അത് തനിച്ച പാടില്ലാത്താണ്, ശിർക്കാണെന്നൊക്കെ SSF-കാര് പറയണത് നിങ്ങളൊന്ന് കേട്ടോളൂ. ഹലോ, അസ്സലാമു അലൈക്കും. സാർ, ഇതൊക്കെ ശബാബിലേ മുസ്ലിമിന്റെ ചോദ്യോത്തരത്തിൽ മറ്റേ വിഷയം ഉണ്ടല്ലോ, മറ്റേ വിജന പ്രദേശത്ത് വെച്ച് അള്ളാഹു എന്നെ സഹായിക്കണം വെച്ച പ്രാർത്ഥനയാവട്ടെ. അതിപ്പോ ഞാൻ നോക്കുമ്പോഴാ വളരെ അപകടമാണ് അയാളെ എഴുതിയത്. അത് ആരെയും മുസ്ലിം കൈകാര്യം ചെയ്യണത്? അത് ചെറിയ മുണ്ടേ. എന്താ അപകടം എന്നറിയാം. കാരണം തായ്മയോടുകൂടി അദൃശ്യ മൽക്കിനും ചിന്നിലും വിട്ടു തേടിയാൽ തന്നെ തായ്മയല്ല. വിപൽ ഘട്ടത്തിൽ സായം തേടുന്നതന്നെയല്ലേ തായ്മ. ഇതിപ്പോ സാറിന്റെ ശ്രദ്ധപ്പെട്ടോളല്ലേ? ഞാൻ ഇപ്പോഴാണ് എനിക്ക് ശ്രദ്ധപ്പെട്ടു. ഇങ്ങോട്ടാരെ വിളിച്ചു വന്നപ്പോ നോക്കിയതാ. നിങ്ങൾ ആരെയും വിളിച്ചു വന്നിട്ട്? ഞാൻ ഒരാള് ഏതായാലും ചങ്ങായി വിളിച്ചു പറഞ്ഞു ഇങ്ങനെ. നേതാക്കൾ ആരെയും വിളിച്ചു ചോദിച്ചോ? ഞാൻ ചോദിച്ചിട്ടില്ല, നിങ്ങളൊക്കെ വിളിച്ചു നോക്കി. അല്ല, എന്താണ് ഇപ്പൊ ഇത്? അതിപ്പോ നമ്മൾക്ക് വിജന പ്രദേശത്ത് വിളിച്ച പ്രാർത്ഥന പോലെ നമുക്ക് യോജിക്കാൻ പറ്റുമോ? എങ്ങനെ യോജിക്കാൻ പറ്റുന്നത്? മൽക്കിനും ചിന്നിയും ഉദ്ദേശിച്ചാൽ പ്രാർത്ഥനയില്ലേ? അത് കൃത്യമാർഗത്തിലുള്ള സായന്തട്ട പ്രാർത്ഥനയല്ലേ? ചെറിയ മുണ്ടാണ് എഴുതണല്ലേ? അത് മൂപ്പര് മുമ്പ് എഴുതിക്കണില്ല വിഷയം? മൂപ്പര് എഴുതികളെ കൊണ്ട് ന്യായീകരിച്ചതാണ് മൂപ്പര് അതിനെ. അതെന്താ അങ്ങനെ? മൂപ്പർക്ക് എന്താ ഇല്ല ഇങ്ങനെ? എന്താ അറിയില്ല, അയാള് മുമ്പ് എഴുതിയതാണ്, ഇനി വീണ്ടും ന്യായീകരിച്ചെന്നുള്ളൂ. ശബാബ് വിളിച്ചാൽ ചോദിച്ചു. പിന്നെ സലാമോലുവിന്റെ ലേഖനം ഇപ്പൊ 2-3 ലക്കം കഴിഞ്ഞ ഈ ലക്കത്തിലല്ല, കഴിഞ്ഞ 2 ലക്കം ഇല്ലല്ലോ. 5 കൊടുക്കൂല, 5 കൊടുക്കാൻ താല്പര്യം. ഞാൻ ലേഖനം കൊടുക്കലുണ്ട്, എന്നാലും ഒരു പ്രസിദ്ധീകരിക്കൂല. എന്റെ ലേഖനം വരാത്ത സന്ദർഭത്തിലൊക്കെ ഞാൻ കൊടുക്കലുണ്ട്. ഉൽക്കനോട് താല്പര്യം, ഇങ്ങനത്തെ ഇതിനോടൊക്കെ താല്പര്യമുള്ളൂ. അപ്പൊ താല്പര്യമില്ല. സലാം സുല്ലമി ലേഖനെ അട്ടിക്ക് അയച്ചു കൊടുത്തുള്ളതും അത് സ്വീകരിക്കണില്ല, അത് താല്പര്യമൊന്നുമില്ല. ചെറിയ മുണ്ട എഴുതിയാലോ അത് പ്രസിദ്ധീകരിക്കും. അപ്പോ മടവൂർ ഗ്രൂപ്പിന്റെ അംഗീകാരത്തോടു കൂടിയാണ് ഈ പ്രസ്താവന ഉള്ളത് നടത്തോ. അപ്പൊ മടവൂരികൾക്കറിയാം, ചെറിയമുണ്ടൻ ഗ്രൂപ്പ് പറയണ ശരി, SSF-കാര് പറയുന്നത് തൽക്കാലം നമ്മൾ ആളുടെ മുന്നിൽ പറയാറുണ്ടെങ്കിൽ അത് ശരിയല്ല എന്ന് മടവൂരികൾക്ക് അറിയാന്നാ. അതുകൊണ്ടാണ് ഇപ്പൊ സലാം സുല്ലമി നെല്ലും 10 പറഞ്ഞിട്ടാണ് എഴുതല്. 10 മാത്രമേ ഉണ്ടാവുള്ളൂ. ആയിക്കോട്ടെ, എന്നാലും അത് എഴുതുന്ന എന്റെ മാന്യരായ മടവൂരികളെ, അദ്ദേഹത്തെ നിങ്ങൾ കൈയൊഴിയരുത്. വിനീതമായൊരു അപേക്ഷയാണ്. അദ്ദേഹം പോയാൽ നിങ്ങളുടെ പകുതി പോകും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു സാധനം അങ്ങനെ ഉള്ളത് കൊണ്ട് വളരെ വ്യക്തമായി കാര്യങ്ങൾ എളുപ്പത്തിൽ പറയാനും ബോധ്യപ്പെടുത്താനും. നിങ്ങൾ കാര്യം വെച്ചാൽ ഈ മരം നടാനൊക്കെ നടക്കണമുണ്ട്, പലപ്പോഴും കാര്യം പറയാൻ ആരെങ്കിലും ഒരാൾ അവിടെ വേണമല്ലോ. അപ്പൊ അങ്ങനെ ഒരാൾ അവിടെ ഉണ്ടാകണം, അത് വിടരുത് എന്നുള്ളത് വിനീതമായ ഒരു അപേക്ഷ കൂട്ടത്തിൽ തരട്ടെ. അപ്പോ ആ സാധുവിനെ ഇപ്പൊ ഒറ്റപ്പെടുത്തുകയാണ്. ഇതൊക്കെ പറഞ്ഞിട്ട് ഈ രൂപത്തിൽ ഇങ്ങനെയൊക്കെ ഇത്രയൊക്കെ എഴുതി മുജാഹിദ് പ്രസ്ഥാനത്തിന് പ്രവർത്തിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തെ ഇപ്പൊ ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്നാ. അദ്ദേഹത്തിന്റെ ലേഖനം പോലും സ്വീകരിക്കണില്ല എന്നാ. നമ്മളോട് മാത്രമല്ല, വേറെ ആളോട് അദ്ദേഹം പറയുന്നത് കേട്ടോളൂ. ഹലോ. ഹലോ, അസ്സലാമു അലൈക്കും. കാസർഗോഡ് നിന്നാണ്. പിന്നെ എന്നൊക്കെ സാറിന്റെ ലേഖനം ശബാബില് 2 ലക്കം. ഞാൻ ഓലിങ്ങനെ പ്രസിദ്ധീകരിക്കൂല, ഞാൻ കൊടുക്കലുണ്ട്. ഓല് ഇങ്ങനെ മാറ്റിയൊക്കെ വെച്ച അങ്ങനെ അതായപ്പോ വിഷം വന്നത്. ഞാൻ ശബാബിൽ വരാത്തന്നൊക്കെ ലേഖനം കൊടുക്കലുണ്ട്. ഓല് ഒരു ലേഖനം ഇല്ലെങ്കിൽ പ്രസിദ്ധീകരിക്കും. ഉള്ളില് കുറച്ച് ചെറിയ മുണ്ടത്തിന്റെ ആശയക്കാരുണ്ട്. ഏതായാലും ഈ ആഴ്ച കൊടുത്തിട്ടുണ്ടല്ലോ. ഞാൻ ഒരു 15 ലക്ഷത്തേക്കുള്ള ലേഖനം എഴുതി വെച്ചിട്ടുണ്ട്. അല്ല, നമുക്കിപ്പോ ഇത് അവരൊക്കെ കാര്യമായിട്ട് ഇപ്പൊ കണ്ടെത്തുന്ന സാറ് മാത്രമേ ഉള്ളൂ. അതെ, അത് നിങ്ങളൊക്കെ വിളിച്ച് പറയുന്ന സ്വഭാവക്ക് അതിനോട് വലിയ താല്പര്യമല്ല. ഇന്ത്യ ലേഖനത്തോട് ഓർക്ക് ഇങ്ങനെ വേണ്ടാത്ത ബഡായി ലേഖനത്തോടൊക്കെ താല്പര്യം. ഓർക്കിപ്പോ ഇതിന്റെ കുറച്ച് ആദർശമല്ലേ വലുത്. അതെ, ആദർശമാണ് വലുത്. അതിനാ മുൻഗണന നൽകേണ്ടത്. അപ്പൊ ശബാബിൽ തന്നെ ഇപ്പൊ സാറിന്റെ ലേഖനക്ക് എതിരുള്ള ആൾക്കാരുണ്ടല്ലേ? എന്തിരുന്നോ ഒരു ഒരിക്കല് നിർത്തി വെക്കണം എന്ന് വരെ പറഞ്ഞിട്ടാണ് ശബാബിലെ കുറെ ആളുകള് തന്നെ സാറിന്റെ ലേഖനം. അയ്യോ
അതേതായാലും അങ്ങനെ അനുവദിക്കും. അതാണ് അത് നമ്മളിലും കുറച്ചിതുണ്ട്. ഈ ആദർശത്തോട് താല്പര്യം ഇല്ലാതെ ഇങ്ങനെ വലായി ഇങ്ങനെ ഇതൊക്കെ ഉള്ള ഇതിനോട് താല്പര്യമുള്ള ആളുകള് തന്നെ. ഞാന് നമ്മള് സാറിന്റെ പിന്നെ ഇസ്ലാം പിന്നെ പുറത്തിറങ്ങില്ല എന്തെങ്കിലും നിന്നാ ഇനിയിപ്പോ നോക്കണം ഇൻഷാ അല്ലാഹ്. അല്ലാതെ ഇപ്പൊ രക്ഷയില്ലായി. സ്വന്തം എന്തേലും മാറ്റി അർപ്പിക്കാനായിട്ട് കണ്ടോ. അപ്പോ അൽ-ഇസ്ലാം തുടങ്ങണം മൂപ്പര് പറയണേ. ലേഖനം കൊടുത്തിട്ട് പോലും സ്വീകരിക്കണില്ല. ലേഖനം നിർത്തിവെക്കണമെന്നാണ് ശക്തമായി ചെറിയ ഗ്രൂപ്പ് ആവശ്യപ്പെടുന്നതെന്നാ. മർക്കസ് ദേവ മുഴുവൻ ചെറിയ മുട്ടം ഗ്രൂപ്പുകാർ കൈയടക്കിയിരിക്കാണ്. എന്റെ ലേഖനം പോലും കൊടുക്കണില്ല, നിർത്തിവെക്കണം എന്നാണ് മൂപ്പര പരാതി. അദ്ദേഹത്തിന് വേണ്ടി ഞങ്ങൾ മടവൂരിലാണെന്ന് അറിയിച്ചതേ ഉള്ളൂ. നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. അദ്ദേഹത്തിന്റെ ആ പരാതി നിങ്ങൾ പരിഹരിച്ചു കൊടുക്കണം. നിങ്ങളുടെ ആഭ്യന്തര പ്രശ്നം ഞങ്ങൾ ഇടപെടുകയല്ല, നേരെ മറിച്ച് ആ വിവരം നിങ്ങളൊന്ന് അറിയിക്കണം. നിങ്ങൾ കാര്യം കൃത്യമായി മനസ്സിലാക്കി കൊടുക്കണം. ഈ പൾസ് നന്നായി മനസ്സിലാക്കിയവരാണ് നമ്മുടെ നാട്ടിലെ സമസ്തക്കാര്. അതുകൊണ്ട് ഒരു ജിന്ന് എന്ന് പറഞ്ഞിങ്ങനെ പറഞ്ഞാൽ മതി. ചെറുതെ പേരൊരു ജിന്ന് കിടന്നാല് ബാക്കി മടവൂരികൾ പ്രചരിപ്പിച്ചോളും. ആര്? മുജാഹിദുകൾ തോറ്റ്, ഖുറാബികൾ ജയിച്ച്. അവസാനം എത്രത്തോളം ഗ്രൂപ്പ് വിരോധം മൂത്തിട്ട് കൊട്ടപ്പുറം സംവാദത്തിൽ വരെ തോറ്റു എന്ന് പറഞ്ഞു. ഞാനിപ്പോ അത് കാണിക്കണം. നമ്മൾ കണ്ടാണല്ലോ, കൊട്ടപ്പുറം സംവാദത്തിൽ വരെ തോറ്റുകാർ AP-യോടുള്ള ദേഷ്യം മൂത്തിട്ട് കൊട്ടപ്പുറം സംവാദത്തിൽ വരെ തോറ്റുതാ. ഇനി മാത്രമല്ല, മഞ്ചേശ്വരത്ത് വെച്ച് പേരോടുമായിട്ട് മുജാഹിദ് പ്രസ്ഥാനം ഒരു വാദപ്രയോഗം നടത്തി.